ആദ്യമായി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രാചീന കവിത്രയങ്ങളെ പരിചയപ്പെടലാണ്. ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ഇവരുടെ കൃതികളുടെ നിന്നെടുത്ത ആദ്യം ഒരു കവിതയാണ് ചെറുശ്ശേരിയുടെ അമ്മയോട് പറയാൻ എന്ന ഒരു കവിതാഭാഗത്തിലെ ഏതാനും വരികളാണ് ഇവിടെ പാടുന്നത്. അതിൻ്റെ ദൃശ്യാവിഷ്കാരവും കാണാം. ഇതിലെ പ്രതിപാദ്യം എന്ന് പറയുന്നത് മധുരയിൽ കൃഷ്ണൻ മധുരയിലാണ്. നന്ദഗോപർ കൃഷ്ണനെ കാണാനായിട്ട് മധുരയിലേക്ക് പോകുന്നു. അപ്പോൾ കൃഷ്ണൻ നന്ദഗോപരോടും യശോദയോടും ഇങ്ങനെ അവിടുത്തെ അമ്പാടിയിലെ ഓർമ്മകൾ അയവിറക്കുന്നതാണ് ഇതിലെ കഥാസന്ദർഭം. ചെരിശ്ശേരി നമ്പൂതിരിയും കൃഷ്ണഗാഥയും 15ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മലയാള കവിയും പ്രാചീന കാവ്യത്തിൽ ഉൾപ്പെടുന്ന കവിയുമാണ് ചെരിശ്ശേരി നമ്പൂതിരി. ഉത്തര കേരളത്തിലെ പഴയ കുറുമ്പനാട് താലൂക്കിലെ വടകരയിലുള്ള ചെരിശ്ശേരി ഇല്ലത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം കൊല്ലത്ത് നാട് ഭരിച്ചിരുന്ന ഉദയവർമ്മന്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു. മലയാള സാഹിത്യത്തിലെ പ്രശസ്ത കൃതിയായ കൃഷ്ണഗാഥയുടെ രചയിതാവ് അദ്ദേഹം ചെരിശ്ശേരി ഗാഥ എന്ന പേരിൽ ഈ കൃതി അറിയപ്പെടുന്നു. മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ആദ്യമായി കാണാൻ കഴിഞ്ഞ കൃതിയാണ് കൃഷ്ണഗാഥ. ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ കൃഷ്ണഗാഥയിൽ പറഞ്ഞിരിക്കുന്നു. മലയാള സാഹിത്യത്തിൽ ആദ്യ മഹാകവി, ഗാഥ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്, ഋതുക്കളുടെ കവി എന്നീ വിശേഷണങ്ങളിൽ അദ്ദേഹം അറിയപ്പെടുന്നു. ചെറുശ്ശേരി നമ്പൂതിരിക്ക് വീരശൃംഖല പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കൃഷ്ണഗാഥയിലെ അമ്മയോട് പറയാൻ എന്ന കവിതയാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഉമാ സാജനാണ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഉമാ സാജനാണ്. ഇനി അടുത്ത് എഴുത്തച്ഛൻ
എഴുത്തച്ഛൻ്റെ സീതാ സ്വയംവരത്തിലെ കിളിപ്പാട്ടിലെ കവിതയെ നമ്മൾ കഥാരൂപത്തിലാണ് കുട്ടികൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. നോക്കാം. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് അദ്ദേഹം ജനിച്ചത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മലയാളം ലിപികൾ ക്രമീകരിച്ചതും കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി എല്ലാ വർഷവും ഡിസംബർ 31-ന് തുഞ്ചൻ ദിനം ആയി നമ്മൾ ആചരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ രാമായണം കിളിപ്പാട്ടിലെ സീതാ സ്വയംവരം എന്ന ഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സീതാ സ്വയംവരം ഇന്ത്യൻ ഇതിഹാസമായ അധ്യാത്മ രാമായണത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് സീതാ സ്വയംവരം. അയോധ്യയിലെ രാജാവായിരുന്ന ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരാണ് രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും. തൻ്റെ യാഗം മുടക്കിക്കൊണ്ടിരിക്കുന്ന രാക്ഷസന്മാരെ തുരത്തുന്നതിനായി വിശ്വാമിത്ര മുനി അയോധ്യയിൽ ചെന്ന് രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുവരുന്നു. കാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഉഗ്രരൂപിയായ താടക എന്ന രാക്ഷസി അവരുടെ വഴി തടഞ്ഞു. എന്നാൽ ഒരു ബാണം കൊണ്ട് തന്നെ രാമൻ അവിടെ സംഹാരിച്ചു. അതിനുശേഷം യാഗം നശിപ്പിക്കാൻ എത്തിയ രാക്ഷസ കൂട്ടങ്ങളെയും ഇവർ ധൈര്യത്തോടെ നേരിട്ട് തോൽപ്പിച്ചു. യാഗം വിജയകരമായി പൂർത്തിക്കാൻ സഹായിച്ചു. അതുമാത്രമല്ല, ഗൗതമ മഹർഷിയുടെ പത്നിയായ അഹല്യ ശാപമേറ്റ് ദീർഘകാലം കഷ്ടത അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. രാമന്റെ ദിവ്യമായ പാദസ്പർശം കൊണ്ട് അവൾ പാപവിമുക്തയാവുകയും ശാപമോക്ഷം പ്രാപിക്കുകയും ചെയ്തു. അഹല്യമോക്ഷത്തിന് ശേഷം വിശ്വാമിത്രൻ രാമനോടും ലക്ഷ്മണനോടും ആയി പറഞ്ഞു, ബാലകരെ, ഇനി നമുക്ക് മിഥിലാപുരിയിലേക്ക് പോകാം. അവിടെ നടക്കുന്ന യുദ്ധവും പിന്നെ മഹാദേവന്റെ പ്രശസ്തമായ ചാപം കണ്ട് വേഗം അയോധ്യയിൽ മടങ്ങിയെത്തി പിതാവിനെ കാണാൻ. അങ്ങനെ അവർ മിഥിലാപുരിയിലേക്ക് യാത്ര തുടർന്നു. മിഥിലാപുരിയിലെ രാജാവായിരുന്നു ജനകൻ. ജനക മഹാരാജാവിൻ്റെ പുത്രിയായ സീതയുടെ സ്വയംവരം ആണ് അവിടെ നടക്കുന്നത്. ത്രയംബക ശവ്യ ചാപം എടുത്തിരുത്തുന്ന വീരന് മാത്രമേ മകളെ വിവാഹം കൊടുക്കുകയുള്ളൂ എന്ന് ജനക മഹാരാജാ പ്രഖ്യാപിക്കുന്നു. സ്വയംവര മത്സരത്തിൽ പങ്കെടുക്കുക അയാളായിരുന്നു. രാജാക്കന്മാരെല്ലാം ഈ വില്ലെടുത്ത് പൊക്കുവാൻ ശക്തിയില്ലാതെ വിശ്രമത്തോടെ അടങ്ങി. ഈ സന്ദർഭത്തിലാണ് വിശ്വാമിത്ര മഹർഷി രാമനെയും ലക്ഷ്മണനെയും കൂട്ടിയിൽ എത്തിച്ചേർന്നത്. മുനിശ്രേഷ്ഠനായ വിശ്വാമിത്രനെ ജനക മഹാരാജാവ് സന്തോഷത്തോടെ ആനയിക്കാൻ കൊട്ടാര ബാധയിൽ ചെന്നു. മുനിയുടെ കൂടെ ബാലകന്മാരെ കണ്ട ജനകൻ ചോദിച്ചു, സുന്ദരന്മാരായ ഈ കുമാരന്മാർ ആരാണ് മഹർഷി? അയോധ്യ അധിപതി ആയ ദശരഥന്റെ 2 മക്കളാണ് ഇവർ. വിശ്വാമിത്ര മുനി അവരെ പരിചയപ്പെടുത്തി. ഓഹോ, വളരെ സന്തോഷം. മിഥിലാപുരിയിലേക്ക് എവർക്കും സ്വാഗതം.
ജനകൻ പറഞ്ഞു. ജനകൻ അതിഥികളെ വിധി പോലെ സ്വീകരിച്ചു. ആനയിച്ചു കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സൽക്കാരങ്ങൾ എല്ലാം കഴിഞ്ഞ് മന്ത്രിയെ വിളിച്ചു ത്രയംബകം കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. എന്നിട്ട് വിശ്വാമിത്രനോടായി പറഞ്ഞു, സുന്ദരരൂപനായ ഈ ദശരഥ പുത്രൻ വില്ലെടുത്ത് കുലക്കുക ആണെങ്കിൽ എൻ്റെ മകളെ ഭാര്യനായ ചെയ്ത് കൊടുക്കുന്നതാണ്. നൂറുകണക്കിന് സേവകന്മാർ മഹാവില്ല് വേദിയിലേക്ക് കൊണ്ടുവന്നു. മഹാദേവന്റെ ഈ ബലിവില്ല് കണ്ട് ആനന്ദഭരിതനായ ശ്രീരാമൻ തൊഴുകയോടെ അതിനെ പ്രദക്ഷിണം ചെയ്ത് വിനയത്തോടെ വണങ്ങി. ഈ വില്ല് ഞാൻ എടുത്ത് ഉയർത്തിക്കൊട്ടെ എന്ന് വിശ്വാമിത്രനോട് അനുമതി ചോദിച്ചു. വിശ്വാമിത്രന്റെ അനുഗ്രഹത്തോടെ മെല്ലെ ത്രയംബകത്തിന്മേൽ കൈവച്ചു. അടുത്ത നിമിഷം എല്ലാം അതിവേഗമായിരുന്നു നടന്നത്. വില്ല് ഉയർത്തലും ഉലുക്കലും ഒടിക്കലും എല്ലാം കണ്ണടക്കുന്ന നേരത്തിനുള്ളിൽ പൂർത്തിയായി. ഇടിമുഴക്കത്തോടെ വില്ല് പൊട്ടുന്ന ശബ്ദം 14 ലോകത്തും പ്രതിധ്വനിച്ചു. രാമൻ വില്ല് ഒടിച്ചിട്ട് കണ്ട് ജനക മഹാരാജാവ് സന്തോഷത്തോടെ രാമനെ ആലിംഗനം ചെയ്തു. അന്തഃപുരത്തിൽ ഉണ്ടായിരുന്ന സീത സന്തോഷവതിയായി മന്ദമന്ദം രാമന്റെ സമീപത്തിലേക്ക് എത്തി നാണത്തോടെ നോക്കി. ശേഷം സ്വയം മാലം അദ്ദേഹത്തിന്റെ കഴുത്തിൽ അണിയിച്ചു. മാല അണിഞ്ഞ് തേജസ്സോടെ നിൽക്കുന്ന രാമൻ ഭൂമിദേവിയുടെ പുത്രിയായ സീതയ്ക്ക് ഏറ്റവും യോഗ്യനായി ശോഭിച്ചു. വിശ്വാമിത്രനും ജനകനും ചേർന്ന് ദശരഥനോട് നടന്ന സംഭവം എല്ലാം വിവരിച്ച് എടുത്ത് എഴുതി ദൂതന്മാർ വഴി കൊടുത്തു വിട്ടു. സന്ദേശം ലഭിച്ച ദശരഥൻ വിദേഹ രാജ്യത്തിലേക്ക് എത്തിച്ചേർന്നു. ജനകൻ അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അതിനു ശേഷം വിവാഹ കർമ്മങ്ങൾ ആരംഭിച്ചു. ജനക മഹാരാജാവ് തന്റെ മകൾ സീതയെ ശ്രീരാമനു കൈപിടിപ്പിച്ചു ധർമ്മപദത്തിൽ ജീവിതം നയിക്കണം എന്നും ആശംസിച്ചു. തുടർന്ന് മറ്റ് സഹോദരങ്ങളുടെ വിവാഹവും നടന്നു. എല്ലാ വിവാഹങ്ങളും വിജയകരമായി പൂർത്തിയായതോടെ രാജ്യം മുഴുവൻ ആനന്ദത്തിൽ മുങ്ങി. സീതയോടൊപ്പം ശ്രീരാമൻ അത്യന്തം തേജസ്സോടെ ശോഭിച്ചു. ജനക മഹാരാജാവ് തന്റെ പ്രിയ പുത്രിമാർക്ക് ധാരാളം സമ്മാനങ്ങൾ നൽകി. സന്തോഷത്തോടെ പുത്രിമാരെ അവരുടെ ഭർത്താക്കന്മാരുടെയും ബന്ധുജനങ്ങളുടെയും കൂടെ അയോധ്യയിലേക്ക് യാത്രയാക്കി.
18ാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ പ്രതിഭാ സമ്പന്നനായ കവി എന്നതിനു പുറമെ തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് എന്ന നിലയിലും പ്രസിദ്ധനായ നമ്പ്യാരുടെ കൃതികൾ മിക്കവാറും തുള്ളൽ അവതാരങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതപ്പെട്ടവയാണ്. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിന്റെ കൃതികളുടെ മുഖമുദ്ര. പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന ഒരു കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. നമ്മളിപ്പോൾ പാടാൻ പോകുന്ന കവിത പാണ്ടൻ നായർ. ഈ കവിത എഴുതിയിരിക്കുന്നത് കുഞ്ചൻ നമ്പ്യാർ. കൃതി കിരാതം തുള്ളൽ. സ്വന്തം കർത്തവ്യം നിർവഹിക്കാത്തവർ അലസന്മാരാണ്. യോദ്ധാവിന് വേണ്ട കടമ വീരോടെ പടവെട്ടുകയാണ്. അത് പാലിക്കാത്തവൻ ഉശിരില്ലാത്തവനാണ്. വേട്ട നായ്ക്കളുടെ ചുമതല ഉശിരോടെ വേട്ടയാടുകയാണ്. പക്ഷേ അത്തരം നായ്ക്കൾ ശൗര്യം കെട്ടുകിടക്കുന്നത് വിവരിക്കുന്ന കവി സ്വന്തം കടമകൾ നിറവേറ്റാത്തവരെയും ഉശിരിക്കെട്ടവരെയും അലസരെയും പരിഹസിക്കുക കൂടെയാണ് ഈ കവിതയിലൂടെ ചെയ്യുന്നത്. നമസ്കാരം. പ്രാചീന കവിത്രയം എന്ന ഈ പരിപാടി കണ്ട് പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി. ഫെയർഫാക്സ് കളരിയിലെ ഇത് അവതരിപ്പിച്ച കൊച്ചുകൂട്ടുകാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യ വിനയ് ഫ്രണ്ടിലേക്ക് വരും. ഓരോരുത്തരായിട്ട് പേര് വിളിക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് വരും. ആദ്യ വിനയ്. ആരവ് സജിത്ത്. അനന്തജിത്ത് അരുൺ കുമാർ. അനുഷ്ക ദീപകുമാർ. ആരാധ്യ മേനോൻ. ഭവ്യ വർമ്മ. ദക്ഷ ദീക്ഷിത്. ഈവ രഞ്ജിത്ത്. സേറ അരുൺ. ഇഷാൻ രാജേഷ്. ഇഷിക സച്ചിൻ. മീര ചെവിരി. നക്ഷത്ര രമിത്. നിവേദിത അരുൺ കുമാർ. പല്ലവി പ്രവീൺ. പ്രാർത്ഥന നായർ. ഋഷി കൃഷ്ണ. റയാൻ റഹിമാൻ. റയാൻ രാജേഷ്. സാധിക ചെവിരി. സാൻവിക രമിത്. സൗരവ് സച്ചിൻ. ശങ്കരനാരായണൻ ഹരികൃഷ്ണൻ. സിദ്ധാർത്ഥ് നായർ. സിദ്ധാർത്ഥ് നായർ. തന്മയ് സുജിത്. വൈഗ വിപിൻ. വസുദേവ് വാര്യർ. വേദ അനൂപ്. വേദ വിപിൻ. സയാൻ റഹിമാൻ.